ഈ ഓരോ വീഡിയോസ് ചെയ്യുന്ന സമയത്തും എന്നോട് വന്നുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളെ മോട്ടിവേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും ഭയങ്കര ബൂസ്റ്റിംഗ് ആണ്, നല്ല പവർഫുൾ ആയിട്ട് ഒരു ഉഷാറൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയും. ആ ആൾക്കാരോട് പറയാനുള്ളത്, ഞാൻ കക്കൂസ് കുത്തിരുന്ന് കരയുന്നതും തലയാണ കെട്ടിപ്പിടിച്ച് കരയുന്നതൊന്നും നിങ്ങൾ കാണുന്നില്ല. ഞാൻ ഈ പറയുന്ന വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, സാധാരണ മനുഷ്യൻ, നിങ്ങളെപ്പോലെ വിഷമം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിക്കുന്ന ഒരു സാധാ മനുഷ്യൻ. എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, അനുഭവം പറയുന്നതിന് മുമ്പ് ആ ബാക്കിൽ കാണുന്ന പെർഫ്യൂം ഇല്ലേ, അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ അതിന്റെ മുമ്പ് ഒരു കഥ പറഞ്ഞുതരാം. സ്വന്തമായിട്ട് 5-8 വർഷം മുമ്പ് ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് ഒരു ക്രൈസിസ് വന്ന് അത്യാവശ്യം ബിസിനസ് നല്ല ഡൗൺ ആയി. എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. ഈസ് ലൈക്ക് എ മൈ ബ്രദർ. എൻ്റെ ഉമ്മാന്റെ മോനല്ലാന്നുണ്ടെങ്കിലും എൻ്റെ ബ്രദറാണ്, എൻ്റെ റോൾ മോഡലാണ്, എൻ്റെ ഹീറോ ആണ് ആ മനുഷ്യന്. ഒരു കണ്ണൂക്കാരനാണ്, പേര് ഞാൻ പറയുന്നില്ല. ആളിപ്പോഴും എൻ്റെ പാർട്ട്ണറാട്ടോ. അങ്ങനെ ആളൊരു 10-35,000 ദിറംസ് തന്നിട്ട് തുടങ്ങിയ കച്ചവടമായിരുന്നു അത്. കച്ചവടം നല്ല ഡൗൺ ആയ സമയത്ത് ഞാൻ വിളിച്ചിട്ട് എങ്ങനെ പറയും ഷോപ്പ് പൂട്ടാൻ പോകണമെന്ന് എങ്ങനെ പറയും എന്നുള്ള വേജാറിൽ അങ്ങനെ നിൽക്കായിരുന്നു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഈ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോകണം. എന്നോട് പറഞ്ഞ കേസ് എന്താ അറിയോ, അത് ക്ലോസ് ചെയ്തോ, നമുക്ക് അടുത്ത ഈ പരിപാടി നോക്കാം. ഒരു പാർട്ട്ണർ നിങ്ങളോട് അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർ നിങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചിട്ടോ. ഇന്നേ വരെ ഇത്രയും വർഷമായിട്ട് ഞാനും മൂപ്പരാളും കച്ചവടം ചെയ്തിട്ട് എന്നോട് ഒരു ദിർഹംസ് പോലും നീ അങ്ങനെ ആക്കിയോ ഇങ്ങനെ ആക്കിയോ എന്ന് ചോദിച്ചിട്ടില്ല. ഈ എന്താണോ പറയുന്നത് അതാണ് കണക്ക് ഞാൻ അയച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ പറയും, തൽക്കാലം ഈ ഉണ്ടാക്കിയ കടങ്ങളൊക്കെ തീർത്തോ, എന്നിട്ട് മതി ബാക്കിയുള്ള കണക്കും കാര്യങ്ങളൊക്കെ. ഇതുവരെ ഒരു ഉറുപ്പ്യ എന്നോട് വാങ്ങിയിട്ടില്ല. അതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഷോപ്പ് പൂട്ടിപ്പോയി. ആ തന്ന പൈസ സേവിങ്സ് വെച്ചിട്ട് ഞാൻ ചെറിയൊരു പരിപാടി തുടങ്ങി. 35,000 ദിറംസ് മൂപ്പരാൾ അന്ന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ഇരട്ടിൻ്റെ അടുത്ത് ഞാൻ കടക്കാരനാണ്. സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങിയതുകൊണ്ട്. ആ കടക്കാരനായത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, അന്ന് 35,000 ദിറംസ് മൂപ്പരാൾ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ട്രിപ്പിള് മുതൽ നമ്മളെ കൈമലുണ്ട്. ആ കൈമലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ വീട്ടും. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരാൾ ബാക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മോട്ടീവായിരിക്കും. പറഞ്ഞു വന്നത്, എൻ്റെ വൈഫ് തുടങ്ങിയ ഒരു പെർഫ്യൂമിൻ്റെ കച്ചവടം ഉണ്ട്. ഇതാണ് ആ 3-4 സാധനം. ആദ്യം ഇതിറക്കിയ സമയത്ത് എനിക്ക് ഫസ്റ്റ് വന്ന നെഗറ്റീവ് എന്താ അറിയോ, എൻ്റെ പെണ്ണുങ്ങളോ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയാലോ ഓള് ജയിക്കോ, ഓക്കെ ബിസിനസ് തുടങ്ങിയ ഒരു പരിചയമില്ലല്ലോ, കുടുംബത്തിൽ നിന്നാട്ടോ പറഞ്ഞത്. പിന്നെ ഈ 3 99 ദിറംസിന് ഈ 3 കൊടുത്ത്. എന്താ അറിയോ, ഒരുപാട് ആൾക്കാർ ഭയങ്കര എക്സ്പെൻസിൽ ഇത് വിൽക്കുന്ന കണ്ടപ്പം കുറച്ച് സാധാരണക്കാർക്ക്, കുറച്ച് കഫ്തീരിക്കാർ, കുറച്ച് സൂപ്പർ മാർക്കറ്റ് ഈ 1000 ദിറംസിന് 1200 ദിറംസിന്